എല്ലാവർക്കും നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് നെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അതായത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ PYQ ഡിസ്കഷൻസ് നടത്തിയിരുന്നു അല്ലേ. 15 ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 PPT ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PYQ ഡിസ്കഷൻസ്, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് 2020 മുതലുള്ള വർഷങ്ങളത്തെ 23 ഡിസംബർ വരെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഈ 23 വരെയുള്ള നടന്നിട്ടുള്ള എക്സാമുകളിൽ ഓരോ വർഷത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2023 ഡിസംബറിൽ കഴിഞ്ഞിട്ടുള്ള നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഡിസ്കഷൻ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ഒരു 2024 ജൂണിലെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ നമുക്ക് 2023 ഡിസംബറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ട്, എന്നാൽ കുഴപ്പമില്ല, കുറച്ച് മോഡറേറ്റ് ലെവലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, അതായത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ബുക്സ് റിട്ടൺ ബൈ മഹാത്മാഗാന്ധി ഗിവൻ ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ പുസ്തകം ഏതാണ് എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. എ മോഡേൺ ഇന്ത്യ, ബി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, സി ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഡി വൈ സോഷ്യലിസം, ഇ ഹിന്ദ് സ്വരാജ്. അപ്പോൾ ഈ 5 പുസ്തകങ്ങളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ബുക്കുകളാണ് ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഓൺലി, എ മാത്രം, ബി ഡി ഓൺലി, സി ഓൺലി, ഡി ബി ആൻഡ് ഇ ഓൺലി. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആൻഡ് ഇ ഓൺലി, അതായത് ഓപ്ഷൻ ഡി ബി ആൻഡ് ഇ ഓൺലി. അതായത് ബി എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമും ഇ എന്ന് പറയുമ്പോൾ ഹിന്ദ് സ്വരാജും. ഹിന്ദ് സ്വരാജ് നമുക്കറിയാം, ഗാന്ധിജിയുടെ പുസ്തകം വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. സോ ആ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഹിന്ദ് സ്വരാജ് മാത്രമാണ് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളായിട്ട് ഈ തന്നിരിക്കുന്ന ഈ 5 പുസ്തകങ്ങളിൽ പറയുന്നത്. കേട്ടില്ലേ? അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ഹിന്ദ് സ്വരാജ് ആണ് ഗാന്ധിജി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. സോ ഈ ഒരു ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ Ramachandra Guha is the author of Makers of Modern India and it is a non-fiction book published in 2010. So Makers of Modern India എന്ന് പറയുന്ന ബുക്ക് ഓതർ ചെയ്തത് രാമചന്ദ്ര ഗുഹയാണ്. ഇൻ 2010 ഇതൊരു നോൺ ഫിക്ഷൻ ആയിട്ടുള്ളൊരു ബുക്കാണത്. 2010 അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോൾ ദ ബുക്ക് വൈ സോഷ്യലിസം വാസ് റിട്ടൺ ബൈ ജയപ്രകാശ് നാരായൺ ഇൻ 1932. വൈ സോഷ്യലിസം എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ JP അല്ലെങ്കിൽ ജയപ്രകാശ് നാരായൺ ആണ്. 1932 അത് പബ്ലിഷ് ചെയ്തത്. ഗാന്ധിജി റോട്ട് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇറ്റ്സ് മീനിങ് ആൻഡ് പ്ലേസ് ഇൻ 1941 ആൻഡ് ഹിന്ദ് സ്വരാജ് ഇൻ 1909. അപ്പോൾ ഗാന്ധിജിയുടെ ബുക്കിൻ്റെ പേര് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇറ്റ്സ് മീനിങ് ആൻഡ് പ്ലേസ് എന്നാണ്. അത് 1941 ഹിന്ദ് സ്വരാജ് 1909 അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോൾ ഉള്ള ബുക്കാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഓതർ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്ര ആണെങ്കിൽ കൂടി ഇതിൽ കുറച്ചും കൂടെ വേറെയും കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിയൻസ് കൂടി ഇതിൻ്റെ ഓതേഴ്സായിട്ട് വരുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് മൃദുല മുഖർജി, ആദിത്യ മുഖർജി, സുജേത മഹാജൻ ആൻഡ് KN പണിക്കർ ഇൻ 1987. അപ്പോൾ 1987 ബിപിൻ ചന്ദ്രയും മൃദുല മുഖർജി, ആദിത്യ മുഖർജി, സുജേത മഹാജൻ ആൻഡ് KN പണിക്കർ ഇവരെല്ലാവരും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ബുക്കാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. മോസ്റ്റ് കോമൺലി നമ്മൾ കേൾക്കുക ബിപിൻ ചന്ദ്രയുടെ വർക്ക് എന്നാണ് ഈ ബുക്കിന് പറയുന്നതെങ്കിൽ കൂടി ഇവരും അതിൽ ഓതേഴ്സായിട്ട് വരുന്നുണ്ട്. സോ ഈ 5 ബുക്കുകളും ഓതേഴ്സും അതിൻ്റെ ഇയേഴ്സും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിൽ വേണമെങ്കിൽ ഈ ഇതിൽ ഏതെങ്കിലും ഒരു വർക്കിനെ പറ്റി ചോദിച്ചാലും നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ഇതിൽ 5 ഓപ്ഷൻസും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഗാന്ധിജി എഴുതിയ ബുക്കുകളുടെ പേര് ഒന്ന് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇറ്റ്സ് മീനിങ് ആൻഡ് പ്ലേസ് ഇൻ 1941 ആൻഡ് ഹിന്ദ് സ്വരാജ് ഇൻ 1909. Second question,
The present political regime in the Central Asian Republic of Tajikistan falls under which of the following category? അതായത് നിലവിൽ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് ഓഫ് ടജിക്കിസ്ഥാനിൽ ഉള്ള പൊളിറ്റിക്കൽ റെജിമെ താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. മൊണാർക്കി, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി ആൻഡ് സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ്. മൊണാർക്കി ആണോ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലാണോ വരുന്നത്, ഡെമോക്രസി ആണോ, അതോ സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു കണ്ടംപററി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് നല്ലോണം ഒരു GKയും അതേപോലെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസിനെയും പൊളിറ്റിക്സിനെയും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ദ ആൻസർ ഈസ് സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ്. ഇനി എന്താണ് സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ നോക്കാം. എ സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഡിഫറെന്റ് ഫ്രം മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്സ് വെർ ദ റൂളിംഗ് ഡിക്റ്റേറ്റർ ഡസ് നോട്ട് ഡിറൈവ് ദെയർ പവർ ഫ്രം ദ മിലിറ്ററി. Among civilian dictatorships, dominant party dictatorships tend to outlast personalistic dictatorships. അതായത് സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. എന്താണ് അവിടെയുള്ള ഗവൺമെൻറ് എങ്ങനെയായിരിക്കും, മിലിറ്ററിയിൽ നിന്നോ ഒന്നും തന്നെ പവർ എടുത്ത് ഡിറൈവ് ചെയ്തിട്ടുള്ള വ്യക്തി അവിടെ അല്ല അവിടുത്തെ ഡിക്റ്റേറ്റർ ഉണ്ടാവുക. അതേപോലെ തന്നെ ഡോമിനൻറ്റ് പാർട്ടി ഡിക്റ്റേറ്റർഷിപ്സ് ഒക്കെ എന്താവാറുണ്ട്, പേഴ്സണലിസ്റ്റിക് ഡിക്റ്റേറ്റർഷിപ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പാണ് നിലവിലുള്ള സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് ഓഫ് ടജിക്കിസ്ഥാനിൽ നിലവിലുള്ള പൊളിറ്റിക്കൽ റിജിമ എന്ന് പറയുന്നത് എന്താ, സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. സിവിലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഒരു ഡിക്റ്റേറ്റർ റൂൾ ചെയ്യുന്ന ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത് ഒരു മിലിറ്ററിയിൽ നിന്നോ ഒന്നും തന്നെ പവർ ഡിറൈവ് ചെയ്ത വ്യക്തിയാവില്ല. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് കറക്റ്റ് അബൌട്ട് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ? നമ്മുടെ എക്സിക്യൂട്ടീവായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഗവർണറിനെ നമുക്കറിയാം, ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർമാരുണ്ട്. സോ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് താഴെ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നും കണ്ടുപിടിക്കണം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് A നോക്കുമ്പോൾ ഹി ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതായത് എന്തായിരിക്കണം, ഗവർണർ ആവുന്ന വ്യക്തി ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആയിരിക്കണം. B, he has completed the age of 25 years. 25 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 25 വയസ്സ് അതിന് മുകളിലുള്ള വ്യക്തിയായിരിക്കണം. C, he is appointed by the prime minister. പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. D, he holds the office of governor for a term of 6 years. 6 വർഷത്തേക്കെങ്കിലും ഗവർണറുടെ ഓഫീസ് ഹോൾഡ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. E, he resigns from his office by writing under his hand addressed to the prime minister. അതായത് ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ്ഡ് ടു ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ലെറ്റർ എഴുതിക്കൊണ്ടാണ്, റിസൈൻ ലെറ്റർ എഴുതിക്കൊണ്ടാവണം റിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 5 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഒരു ഗവർണർ എന്ന് പറയുന്ന ആ പൊസിഷനായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. ഓപ്ഷൻ A ഓൺലി, B A and B ഓൺലി, C A B and D ഓൺലി, D A B C D E ഓൺലി. അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, A മാത്രം ശരിയാണെന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, Aയും Bയും എന്നും പറയുന്നുണ്ട്, Aയും Bയും Dയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A ഓൺലി എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ, a person to be eligible for appointment as governor should be citizen of India and has completed age of 35 years. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 157 പ്രകാരം ഒരു വ്യക്തി ഗവർണർ ആവാൻ ചുമതലയേൽക്കാൻ എലിജിബിൾ ആവണമെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. The governor shall not be a member of the legislature or parliament, shall not hold any office of profit, shall be entitled to emoluments and allowances. ആർട്ടിക്കിൾ 158 പറയുന്നുണ്ട്, ഗവർണർ ഒരിക്കലും ഒരു ലെജിസ്ലേച്ചറിൻ്റെയോ പാർലമെൻറ്റിൻ്റെയോ മെമ്പർ ആവരുത്, ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റിനും ഹോൾഡ് ചെയ്യാനും പാടില്ല, എന്താ പറയുക, ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു എമോളുമെൻറ്റ്സ് ആൻഡ് അലവൻസസ്. സോ എന്താ പറയുക, ഗവർണർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് പക്ഷെ 35 വയസ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 157 പ്രകാരം.
അതേപോലെ തന്നെ ഒരിക്കലും ഒരു ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതേപോലെ തന്നെ ഒരു ഗവർണർ റിസൈനിങ് ലെറ്റർ എഴുതേണ്ടതും പ്രസിഡന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. അതേപോലെ തന്നെ റിസൈനിങ് ലെറ്റർ അഡ്രസ്സ് ചെയ്യേണ്ടതും പ്രൈം മിനിസ്റ്ററിനെ അല്ല പ്രസിഡന്റിനെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അതായത് ഒരു ഗവർണർ ആവാനുള്ള വ്യക്തിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഒരിക്കലും ഒരു ലെജിസ്ലേച്ചറിലെ പാർലമെന്റിലെ മെമ്പർ ആവാനും പാടില്ല. ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റും ഹോൾഡ് ചെയ്യാനോ ഒന്നും തന്നെ പാടില്ല. ആർട്ടിക്കിൾ 157ഉം 158ഉമാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ക്രൈറ്റീരിയയെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്ന ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 157 ആൻഡ് 158. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ. 73rd Constitutional Amendment Act 1992 has stipulated the following major provisions regarding പഞ്ചായത്ത്. അതായത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം കുറച്ച് മേജർ പ്രൊവിഷൻസ് പറയുന്നുണ്ട് പഞ്ചായത്തിനെ കുറിച്ച്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ പ്രൊവിഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാമസഭ മേ എക്സസൈസ് സച്ച് പവേഴ്സ് ആൻഡ് പെർഫോം സച്ച് ഫങ്ഷൻസ് അറ്റ് ദ വില്ലേജ് ലെവൽ ആസ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്. രണ്ടാമത്തെ ഓപ്ഷൻ എ ഫിനാൻസ് കമ്മീഷൻ ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി 5th year by the governor of a state to review the financial position of the panchayat and to make recommendations to the governor. സി നോക്കുകയാണെങ്കിൽ ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് cannot endow the panchayat with any more powers and authority for their functioning as institutions of self-government. Option D, an election to constitute a panchayat shall be completed before the expiration of a period of 6 months from the date of its dissolution. ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് ഗ്രാമസഭ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? വില്ലേജ് ലെവലിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പോലെ തന്നെയുള്ള നിയമപരമായിട്ടുള്ള അധികാരങ്ങളും ഫങ്ഷൻസും ഒക്കെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ളതുണ്ട്. ആർക്ക്? ഗ്രാമസഭയ്ക്ക് ഉണ്ടെന്ന് പറയുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എല്ലാ 5 വർഷവും ഒരു ഗവർണർ എന്ത് ചെയ്യണം? സ്റ്റേറ്റിൻ്റെ വേണ്ടി ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ പഞ്ചായത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ റിവ്യൂ ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ റെക്കമെൻഡേഷൻസ് ഗവർണർക്ക് കൊടുക്കാനും വേണ്ടി ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ലെജിസ്ലേച്ചർ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേച്ചറിന് ഒരിക്കലും ഒരു പവർ cannot endow the panchayat with any more powers and authority for their functioning as institutions of self government. ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരിക്കലും എൻഡോ ചെയ്യാൻ പറ്റില്ല. എന്ത് പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു പവറിലോ അതോറിറ്റിയിലോ എന്താ പറയുക ഒരു സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിലേക്ക് സ്റ്റേറ്റിന് ഒരിക്കലും എൻഡോ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷൻ, അതായത് ഒരു പഞ്ചായത്ത് എന്താ പറയുക ഇനി അത് അതിൻ്റെ ഡിസൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പുതിയൊരു ഒരു എലക്ഷൻ നടന്നിരിക്കണം. ആ പഞ്ചായത്ത് പുതിയ പഞ്ചായത്ത് അല്ലെങ്കിൽ പുതിയ പഞ്ചായത്ത് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു എലക്ഷൻ ഒരു ഭരണസമിതിയുടെ ഡിസൊല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ പുതിയൊരു എലക്ഷൻ നിർബന്ധമായും നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് പ്രൊവിഷൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി, ബി സി ആൻഡ് ഡി ഓൺലി, സി എ ബി ആൻഡ് ഡി ഓൺലി, ഡി സി ബി ആൻഡ് ഡി ഓൺലി. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എയും ബിയും ഡിയും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്. അതായത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കറക്റ്റ് ആയിട്ടുള്ളത് എയും ബിയും ഡിയും മാത്രമാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ അണ്ടർ ആർട്ടിക്കിൾ 243G state legislatures may endow panchayats with powers and authority to enable them to function as institutions of self-government and plan and implement schemes for economic development and social justice including on matters listed on this 11th schedule. അതായത് ആർട്ടിക്കിൾ 243G പ്രകാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യാൻ സാധിക്കും? പഞ്ചായത്സിന് കുറച്ച് പവേഴ്സും അതോറിറ്റീസൊക്കെ എനാബിൾ ചെയ്യാൻ സാധിക്കും. അവർക്കൊരു നല്ലൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞത്
എൻഡോ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയണത് എന്താ വെച്ചാൽ അവർക്കൊരു സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പവേഴ്സും അതോറിറ്റീസും ഒക്കെ എനാബിൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 243Gയിലാണ് ഇത് പറയുന്നത്. And plan and implement schemes for economic development and social justice including on matters listed in the 11th schedule. അതായത് എന്താ പറയുക, അതേപോലെ തന്നെ പുതിയ സ്കീമുകൾ എക്കണോമിക് ഡെവലപ്മെൻറ്റും സോഷ്യൽ ജസ്റ്റിസിനും വേണ്ടിയിട്ടുള്ള സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സാധിക്കും. പ്രത്യേകിച്ചും ഈ 11ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സിൽ മാത്രം, ഇൻക്ലൂഡിങ് ഓൺ മാറ്റേഴ്സ് ലിസ്റ്റഡ് ഇൻ ദ 11th ഷെഡ്യൂൾ. പിന്നെ ആർട്ടിക്കിൾ 43A പ്രകാരം ഈ ഗ്രാമസഭ മേ എക്സസൈസ് സച്ച് പവർ ആൻഡ് പെർഫോം സച്ച് ഫങ്ഷൻസ് ആസ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് മേ ബൈ ലോ പ്രൊവൈഡ്. ആർട്ടിക്കിൾ 243A കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗ്രാമസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ വില്ലേജ് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഹോൾഡ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെറ്റിംഗ് അപ്പ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു ലുക്ക് ആഫ്റ്റർ ദ ഫിനാൻസസ് ഓഫ് ദ local level areas. Further, it is this body which decides the proper and necessary division of the taxes between the state authorities and the panchayat bodies. Finance governor ആണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറാണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ലോക്കൽ ലെവൽ ഏരിയാസിലുള്ള ഫിനാൻസസ് ഒക്കെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറാണ് ഇങ്ങനെ ഒരു ഫിനാൻസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഫർദർ ഈ ഒരു ബോഡി ഇതെന്ന് പറയുന്നത് പ്രോപ്പർ ആൻഡ് നെസസറി ഡിവിഷൻ ഓഫ് ടാക്സുകൾ സ്റ്റേറ്റ് അതോറിറ്റീസും പഞ്ചായത്തും തമ്മിലുള്ള ടാക്സുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ ഉള്ളത്. ഇനിയുള്ള ഒരു സ്റ്റേറ്റിൽ ഈ ഒരു പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻസും ഒക്കെ നടത്താൻ വേണ്ടി നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, നമുക്കറിയാം. Independent elections which are conducted every 5 years for electing the panchayat in different territories of the state government. ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ 73rd അമെൻമെൻറ്റ് ആക്ടിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 5th question. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇന്റർ ആലിയ ഇൻക്ലൂഡ് അറ്റോമിക് എക്സ്പ്ലോസീവ് വെപ്പൺസ്. അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അല്ലെ WMD എന്ന് പറഞ്ഞ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺസിൽ അറ്റോമിക് എക്സ്പ്ലോസീവ് വെപ്പൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബയോളജിക്കൽ വെപ്പൺസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ കാറ്റഗറി ഓഫ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അതായത് ബയോളജിക്കൽ വെപ്പൺസിൻ്റെ മാസ് ഡിസ്ട്രക്ഷൻ്റെ വെപ്പൺസിൽ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മൂന്നാമത്തേത്, കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഔട്ട്ലോസ് ദ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ അത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഔട്ട്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഡി, കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഇൻ 1998. ഈ ഒരു കൺവെൻഷൻ നടന്നത് 1998ലാണ് നിലവിൽ വരുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി. ഓപ്ഷൻ ബി സി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ സി എ ആൻഡ് സി ഓൺലി. ഓപ്ഷൻ ഡി ബി ആൻഡ് സി ഓൺലി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് എ ആൻഡ് സി ഓൺലി. എയും സിയും. അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് എക്സ്പ്ലോസീവ് വെപ്പൺസ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സി എന്ന് പറയുമ്പോൾ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഔട്ട്ലോസ് ദ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ആൻസറായി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി, എ ആൻഡ് സി, എയും സിയും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ WMD എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. വെപ്പൺ വിത്ത് ദ കപ്പാസിറ്റി ടു ഇൻഫ്ലിക്റ്റ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ. അതായത് ഒരു ഇൻഫ്ലിക്റ്റ് ഡെത്തിനും അതേപോലെ തന്നെ ഡിസ്ട്രക്ഷൻസ് ഓൺ സച്ച് എ മാസീവ് സ്കെയിൽ ആൻഡ് സോ ഇൻഡിസ്ക്രിമിനേറ്റ്ലി ദാറ്റ് ഇറ്റ്സ് വെരി പ്രസൻസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഹോസ്റ്റൈൽ പവർ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഗ്രീവസ് ത്രെറ്റ്. അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ മാസീവ് സ്കെയിലിൽ ഡിസ്ട്രക്ഷൻസും ഡെത്തും ഉണ്ടാവാൻ
ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള വെപ്പൺസിനെയാണ് നമ്മൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിരോഷിമ, നാഗസാക്കി പോലെയുള്ളവിടെ അമേരിക്ക യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും വലിയ രീതിയിൽ ഡെത്ത് ഉണ്ടാക്കാനൊക്കെ അവിടെ ന്യൂക്ലിയർ പവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ഡെത്തും ഇങ്ങനെ ഡിസ്ട്രക്ഷനും ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. സ്റ്റിൽ അവിടുത്തെ ആളുകൾ അതിൻ്റെ കോൺസിക്വൻസസും ആഫ്റ്റർ എഫക്ട്സും സ്റ്റിൽ ഇപ്പോഴുള്ള ജനറേഷൻസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഇങ്ങനെയുള്ള വെപ്പൺസിൻ്റെ പ്രശ്നം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് അതിൻ്റെ പിന്നെ എത്രയോ വർഷത്തോളം അല്ലെങ്കിൽ എത്രയോ കാലത്തോളം അവിടെയുള്ളത് അവരതിൻ്റെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ നിലവിൽ നമ്മൾ ഈ മാസ് ഡിസ്ട്രക്ഷനിൽ പറയുന്നത് ന്യൂക്ലിയർ, ബയോളജിക്കലും കെമിക്കലായിട്ടുള്ള എല്ലാ വെപ്പൺസും നമ്മളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ബയോളജിക്കൽ വെപ്പൺസും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഔട്ട്ലോ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസാർമമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു WMD UCL ഡിസാർമമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് തെറ്റാണ്. 29th April 1997 ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നത്. സോ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ വാസ് മെയ്ഡ് ഓൺ 29th April 1997. It is the first disarmament agreement to provide for the elimination of an entire category of weapons of mass destruction within a fixed time frame. ഈ ഒരു കൺവെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഒരു ഡിസാർമമെൻറ്റ് എഗ്രിമെൻ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമിനേഷൻ ആണ് ഉദ്ദേശിച്ചത്. WMD ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ വെപ്പൺസിനെയും കംപ്ലീറ്റ് ഡിസാർമമെൻ്റ് ആണ് ഈ ഒരു കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിൽ, ഫിക്സഡ് ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ആംസിൻ്റെ അല്ലെങ്കിൽ വെപ്പൺസിൻ്റെ ഒക്കെ തന്നെ കംപ്ലീറ്റ് എലിമിനേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൺവെൻഷൻ നടക്കുന്നത്. 1997 29th April ഇങ്ങനൊരു കൺവെൻഷൻ നടക്കുന്നത്. സോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ നമ്മൾ NBC വെപ്പൺസ് എന്നും പറയാറുണ്ട്. ആറാമത്തെ ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഹാസ് ഗോട്ട് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ കറക്റ്റ് ഇതും ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. Accountability exists in a relationship when for the performance of functions an individual or a body is subject to another oversight, direction or request that the individual or the body should provide justification for their actions. അതായത് അക്കൗണ്ടബിലിറ്റി നിലനിൽക്കുന്നത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തിന് സബ്ജക്റ്റ് ആയിരിക്കണം? മറ്റൊരു ഓവർസൈറ്റ്, ഡയറക്ഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റിന് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇരിക്കണം. ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഓർ ദ ബോഡി ഷുഡ് പ്രൊവൈഡ് ജസ്റ്റിഫിക്കേഷൻ. അതായത് ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷൻ എന്തായാലും തന്നെ അതിൻ്റെ അതൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആ ആക്ഷന് ഒരു ജസ്റ്റിഫിക്കേഷൻ മറ്റൊരു പുറത്തുനിന്നുള്ള ഒരു ബോഡിക്ക് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി. അവിടെയാണ് അക്കൗണ്ടബിലിറ്റി നിലനിൽക്കുന്നുള്ളൂ. There are various types of accountabilities like legal accountability, social accountability, political accountability and so on. ഒരുപാട് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റീസ് ഉണ്ട്. ലീഗൽ അക്കൗണ്ടബിലിറ്റി, സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് സോ ഓൺ. ഈ എല്ലാ തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റീസും ഉണ്ട്. Accountability can be found only in the institutions and processes of the developed countries. അതായത് ഡെവലപ്ഡ് കൺട്രീസിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രോസസ്സുകളിലും മാത്രമേ നമുക്ക് അക്കൗണ്ടബിലിറ്റി കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. The effectiveness of public officials cannot be evaluated through the process of accountability. ഒരു പബ്ലിക് ഒഫീഷ്യൽസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രോസസ്സുമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ A, B and C only. Option B, A, C and D only. Option C, B and C only. Option D, A and B only. അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A and B only. എയും ബിയും മാത്രമാണ് കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബോഡി ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസിനെ പുറത്തുനിന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലും, അതേപോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക, അതാണ് ആക്ച്വലി അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാധ്യത എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു അഷുറൻസ് ആണ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ഈസ് എവാലുവേറ്റഡ്
on its performance or behavior related to something for which it is responsible. അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു അഷ്വറൻസ് ആണ്, ഒരു ഉറപ്പ് നൽകുകയാണ്. അതൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസും ബിഹേവിയറും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറും വെച്ചിട്ട് അത് എന്തിനാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതിന് വെച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അഷ്വറൻസ് കൂടെ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടബിലിറ്റി വെച്ച് നമുക്ക് ഓരോ ഒഫീഷ്യൽസിൻ്റെ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു ഫംഗ്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോസസ്സാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരിക്കലും ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമല്ല നമുക്ക് അക്കൗണ്ടബിലിറ്റി കാണാൻ സാധിക്കുന്നത്. നമുക്ക് അത് പറഞ്ഞിട്ട് ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം എല്ലാ ഒഫീഷ്യൽസിലും നമുക്ക് അക്കൗണ്ടബിലിറ്റി കാണാനും സാധിക്കില്ല. സോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയാലും എല്ലാവരും അക്കൗണ്ടബിൾ ആണ്, അക്കൗണ്ടബിൾ ടു എനിത്തിങ് സംതിങ് അല്ലേ. അപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും സിറ്റിസൺസിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, so the correct option is option D, A and B only. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് അല്ലേ, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യാനാണ്. ലിസ്റ്റ് 1 ഇലക്ട്രൽ സിസ്റ്റംസ് ടെർമിനോളജീസ്, ഇലക്ട്രൽ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 മീനിങ്, അതിൻ്റെ മീനിങ്ങും ആണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സഫ്രേജ് ആണ്. അതിൻ്റെ നേരെ തന്നിട്ടുള്ളത് ആൻ ഇലക്ട്രൽ സിസ്റ്റം ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് കാസ്റ്റ് എ സിംഗിൾ വോട്ട് ഫോർ എ കാൻഡിഡേറ്റ് ഇൻ എ സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്ട്. അതായത് ഒരു ഇലക്ട്രൽ സിസ്റ്റമാണ്, അവിടെ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ വോട്ടാണ് കൊടുക്കുന്നത് ഒരു കാൻഡിഡേറ്റിന്. ഒരു സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്റ്റിൽ സിംഗിൾ വോട്ട് ഒരു കാൻഡിഡേറ്റിന് കൊടുക്കുക. അതാണ് ആ ഒരു ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നു. രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റം. മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റത്തിന് നേരെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഫോം ഓഫ് മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റംസ് ദാറ്റ് ഇൻവോൾവ്സ് പ്രിഫറൻഷ്യൽ വോട്ടിംഗ്. ഒരു ഫോം ഓഫ് മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റമാണ്, അതിൽ പ്രിഫറൻസ് വെച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. സി സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്റ്റ് പ്ലൂറാലിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് നേരെ തന്നിരിക്കുന്നത് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ദ റൈറ്റ് ടു വോട്ട് വിച്ച് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ റേസ്, ജെൻഡർ, ബിലീഫ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്, അതൊരിക്കലും റേസോ ജെൻഡറോ ബിലീഫോ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും തന്നെ വെച്ച് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. റൈറ്റ് ചെയ്യാനുള്ള വോട്ട് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ആ ചെയ്യുന്ന വ്യക്തിയുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്, തീരുമാനമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് വോട്ടാണ്. ആൻ ഇലക്ട്രൽ സിസ്റ്റം ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ്സ് ഓൺലി ദാറ്റ് റിസീവ് ദ മോസ്റ്റ് വോട്ട്സ് വിൻ. അതായത് കാൻഡിഡേറ്റ്സിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ജയിക്കുക, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുക. അതാണ് ഒരു ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Choose the correct answer from the options given below. Option A 3, B 4, C 1, D 2. Option B എന്ന് പറയുന്നത് A1, B2, C3, D4, C A4, B3, C2, D1. ഓപ്ഷൻ ഡി A2, B1, C3, D4. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഇനി ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. A3, B4, C1, D2. അതായത് എ എന്ന് പറയുന്നത് 3ക്കാണ് കറക്റ്റ് ആയിട്ടുള്ള, B4, C1, D2. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ നോക്കാം നമുക്ക്. സോ യൂണിവേഴ്സൽ സഫ്രേജ്, അത് എ എന്ന് പറയുന്നത് ദ റൈറ്റ് ടു വോട്ട് വിച്ച് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ റേസ്, ജെൻഡർ, ബിലീഫ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ഒരു ജെൻഡറോ റേസോ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും കൊണ്ട് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത ഒരു റൈറ്റ് ടു വോട്ടിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സഫ്രേജ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേമിൽ പറയുന്നത്. മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ആൻ ഇലക്ട്രൽ സിസ്റ്റം ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ്സ് ഓർ പാർട്ടീസ് ദാറ്റ് റിസീവ് ദ മോസ്റ്റ് വോട്ട്സ് വിൻ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് വിജയിക്കുന്ന ഒരു സിസ്റ്റമാണത്. സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്റ്റ് പ്ലൂറാലിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഇൻഡിവിജ്വൽസ് കാസ്റ്റ് എ സിംഗിൾ വോട്ട് ഫോർ എ കാൻഡിഡേറ്റ് ഇൻ എ സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്റ്റ്. അത് സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്റ്റിൽ ഒരു കാൻഡിഡേറ്റിൽ സിംഗിൾ വോട്ട് കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് വോട്ട് എന്ന് പറഞ്ഞാൽ മെജോറിറ്റേറിയൻ ഇലക്ട്രൽ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് വോട്ട് ഒരു സിസ്റ്റമാണിത്. അതായത് പ്രിഫറൻസ് വെച്ചിട്ട്, അതായത് അതിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അതിൽ നമുക്ക് പ്രിഫറൻസുകൾ വെച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ വോട്ട് കൊടുക്കാൻ പറ്റും. അതാണ് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വോട്ടിംഗ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഈ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ടേബിളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രൽ സിസ്റ്റത്തിലുള്ള കുറച്ച് ടേംസും അതിൻ്റെ മീനിങ്സും ആണ് നമ്മളിപ്പോൾ ഓർഡറിലാക്കിയത്. നമ്മളിനി നോക്കാൻ പോകുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ. അരിസ്റ്റോട്ടിൽ ക്രിട്ടിസൈസ്ഡ് പോപ്പുലർ റൂൾ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് മാസസ് വുഡ് റിസെന്റ് ദ വെൽത്ത് ഓഫ് ദ ഫ്യൂ ആൻഡ് ടു ഈസിലി ഫോൾ അണ്ടർ ദ സ്വേ ഓഫ് ദ ഫോളോയിങ്. അതായത് അരിസ്റ്റോട്ടിൽ പോപ്പുലർ റൂളിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ജനങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് പേര് മാത്രം വെൽത്ത്, അവരുടെ കയ്യിൽ വെൽത്ത് ഒതുങ്ങി പോകുമ്പോൾ അതിൽ ഒരു ദേഷ്യവും പ്രശ്നങ്ങളും അവർക്ക് അതിലൊരു താല്പര്യക്കുറവൊക്കെ വരികയും പെട്ടെന്ന് തന്നെ ഇവരുടെ ചില ആളുകളുടെ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ വീണു പോകും എന്ന് പറയുന്നുണ്ട്. അത് ആരുടെയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ അതിൽ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ദ കിങ്, ഓപ്ഷൻ ബി ദ ലീഡിംഗ് സിറ്റിസൺസ്, ഓപ്ഷൻ സി ദ ഡെമഗോഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ ഗിവൻ ഓപ്ഷൻസ്. സോ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ രാജാവ്, രണ്ടാമത്തെ ലീഡിംഗ് സിറ്റിസൺസ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ടല്ലോ അവർ, മൂന്നാമത്തെയാണ് ദ ഡെമഗോഗ്. ഡെമഗോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകുന്ന ഒരു ലീഡറിനെയാണ് നമ്മൾ ഡെമഗോഗ് എന്ന് പറയും. നാലാമത്തെ നൺ ഓഫ് ദ ഗിവൻ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദ ഡെമഗോഗ്. ഡെമഗോഗിനെയാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ ക്രിട്ടിസൈസ്ഡ് പോപ്പുലർ റൂൾ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് മാസസ് വുഡ് റിസെന്റ് ദ വെൽത്ത് ഓഫ് ദ ഫ്യൂ ആൻഡ് ടു ഈസിലി ഫോൾ അണ്ടർ ദ സ്വേ ഓഫ് ദ ഡെമഗോഗ്. ഡെമഗോഗിൻ്റെ വാക്കുകളിൽ അതായത് ഫേക്ക് ആയിട്ടുള്ള വേർഡ്സിൽ പീപ്പിൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആ ഒരു വഴിക്ക് അതിൽ വീണു പോകും എന്നുള്ളതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ദ വേർഡ് ഡെമഗോഗ് മീൻസ് എ ലീഡർ ഹു മേക്സ് യൂസ് ഓഫ് popular prejudices and false claims and promises in order to gain power. അതായത് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസും കുറേ ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് കൊടുക്കുകയും പോപ്പുലർ പ്രജുഡൈസുകളെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫോൾസ് ക്ലെയിംസും പ്രോമിസുകളും കൊടുക്കുന്ന ഒരു ലീഡറിൻ്റെ, ഒരു റിയൽ ആയിട്ടുള്ള ലീഡർ എന്നല്ല അയാൾ, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, പവർ കിട്ടാൻ വേണ്ടി മാത്രം ഫേക്ക് ആയിട്ടുള്ള ക്ലെയിംസും പ്രോമിസുകളും കൊടുക്കുകയും പോപ്പുലർ ആയിട്ടുള്ള പ്രജുഡൈസുകളെ യൂസ് ചെയ്യുകയും ചെയ്ത ശരിക്കും ആക്ച്വലി ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ ഡെമഗോഗ് എന്ന വേർഡ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ, എസ്പെഷ്യലി എ പൊളിറ്റിക്കൽ ലീഡർ ഹു വിൻ സപ്പോർട്ട് ബൈ എക്സൈറ്റിംഗ് ദ ഇമോഷൻസ് ഓഫ് ഓർഡിനറി പീപ്പിൾ റാദർ ദാൻ ബൈ ഹാവിംഗ് ഗുഡ് ഓർ മോറലി. അതായത് ഒരു എസ്പെഷ്യലി നമ്മൾ ഡെമഗോഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയാണ് ആ വ്യക്തി വിൻ ചെയ്യുന്നത് ഈ ഒരു സാധാരണ ജനങ്ങളുടെ ഇമോഷൻസിനെ കൂടുതൽ എക്സൈറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആ വ്യക്തി മോറലി ഒന്നും പേഴ്സണലി ഒന്നും നല്ല വ്യക്തി ആവണമെന്നില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് പവർ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു പൊളിറ്റിക്കൽ ലീഡർ ശ്രമിക്കുന്നത്. ആ വ്യക്തിയെ നമ്മൾ അങ്ങനെയുള്ള ഫോൾസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് ഡെമഗോഗ് എന്നുള്ളത്. സോ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഡെമഗോഗിൻ്റെ വാക്കുകളിൽ സാധാരണ ജനങ്ങൾ വീണു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 8ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 9th ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യുക. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് നോക്കാം. ഓപ്ഷൻ എ, കോൺഫ്ലിക്റ്റ് ഇൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഈസ് ഇന്നെവിറ്റബിൾ. അതായത് സൊസൈറ്റിയിലായാലും പൊളിറ്റിക്സിലായാലുമുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിലായാലും പൊളിറ്റിക്സിലായാലും തന്നെ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെയുള്ളതാണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദ യൂസേജ് ഓഫ് വയലൻസ് ഇൻ കോൺഫ്ലിക്ട്സ് കനോട്ട് ബി എലിമിനേറ്റഡ് ബൈ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സച്ച് വയലൻസ്. അതായത് കോൺഫ്ലിക്ട്സിലുള്ള വയലൻസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ വയലൻസിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, നോൺ വയലന്റ് ആക്ഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 മെത്തേഡ്സ്. നോൺ വയലന്റ് ആക്ഷൻസിനെ 3 മെത്തേഡ്സിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. പ്രൊട്ടസ്റ്റ് ആൻഡ് പെർസ്വേഷൻ, നോൺ കോപ്പറേഷൻ ആൻഡ് നോൺ വയലന്റ് ഇന്റർവെൻഷൻ. ഇങ്ങനെ നമുക്ക് മെത്തേഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് നോൺ വയലന്റ് മെത്തേഡ്സ് ഇസ് എ ഗ്യാരണ്ടി ഓഫ് സക്സസ്. അതായത് നോൺ വയലന്റ് മെത്തേഡ്സിന്റെ യൂസ് എന്ന് പറയുന്നത് സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി, ഓപ്ഷൻ ബി, എ, സി ആൻഡ് ഡി, ഓപ്ഷൻ സി, എ, ബി, സി ആൻഡ് ഡി,
ഓപ്ഷൻ ഡി, എ, ബി ആൻഡ് സി. സോ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത് നമ്മളോട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, എ, ബി, സി. അതായത് എയും ബിയും സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഇൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഈസ് ഇന്നെവിറ്റബിൾ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ദ യൂസേജ് ഓഫ് വയലൻസ് ഇൻ കോൺഫ്ലിക്റ്റ് cannot be eliminated by protest against such violence. ഓപ്ഷൻ സി എന്ന് പറയുന്നത് നോൺ വയലന്റ് ആക്ഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 മെത്തേഡ്സ്, പ്രൊട്ടസ്റ്റ് ആൻഡ് പെർsuasion ഒന്നാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് നോൺ കോപ്പറേഷൻ, മൂന്നാമത്തെ മെത്തേഡാണ് നോൺ വയലന്റ് ഇന്റർവെൻഷൻ. സോ നമുക്ക് 3 മെത്തേഡ്സ് ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ തെറ്റായിട്ടുള്ള ആൻസർ ഏതാ? യൂസ് ഓഫ് നോൺ വയലന്റ് മെത്തേഡ്സ് ഇസ് എ ഗ്യാരണ്ടി ഓഫ് സക്സസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോൺഫ്ലിക്റ്റും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാലാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള എ, ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷനാണ്. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഈസ് ആൻ ആക്റ്റീവ് ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ പീപ്പിൾ വിത്ത് ഒപ്പോസിംഗ് പ്രിൻസിപ്പിൾസ് ഓർ ഒപ്പീനിയൻസ്. അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ് ആണ്, ആളുകൾ തമ്മിലുള്ള ഡിസഗ്രിമെന്റ്, അതായത് ഏതെങ്കിലും ഒരു ഒപ്പോസിംഗ് പ്രിൻസിപ്പിൾസോ ഒപ്പീനിയൻസോ ഉണ്ടാകുമ്പോൾ അതിലുള്ള ഒരു ഡിസഗ്രിമെന്റ്, ആക്റ്റീവ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റിന് ചേർച്ചക്കുറവ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ഒന്നിലധികം ആളുകളുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതൊരിക്കലും ഒരു പുതിയ കാര്യമൊന്നുമല്ല. സോ കോൺഫ്ലിക്റ്റ് ഈസ് നാച്ചുറൽ. സോ conflict in the society is inevitable and natural phenomenon. Use of non-violent methods നല്ലതാണ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് നമുക്ക് നോൺ വയലന്റ് മെത്തേഡ്സിന് എടുക്കാമെങ്കിൽ കൂടി അതൊരിക്കലും ഒരു സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നോൺ വയലന്റ് മെത്തേഡ്സ് നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഓഫ് സക്സസ് ആയിട്ട് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഓപ്ഷൻ ഡി ആയിട്ടുള്ള നോൺ വയലന്റ് മെത്തേഡ്സ് ആർ എ ഗ്യാരണ്ടി ഓഫ് സക്സസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എയും ബിയും സിയും മാത്രമാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഡി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി നമ്മൾ നോക്കുന്നത് 10ാമത്തെ ചോദ്യമാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന MKSS പൈനീർ വിച്ച് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഏത് മൂവ്മെന്റിനാണ് കാരണമായത്, അല്ലെങ്കിൽ ഏത് മൂവ്മെന്റിന് തുടങ്ങാനാണ് കാരണമായത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നമന്താർ ആന്തോളൻ, ഓപ്ഷൻ ബി നിർഭയ മൂവ്മെന്റ്, ഓപ്ഷൻ സി ജൻസുൻവായ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. അതായത് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമന്താർ ആന്തോളൻ, നിർഭയ മൂവ്മെന്റ്, ജൻസുൻവായ്, നൺ ഓഫ് ദ എബോ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ ഏത് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിനാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന കാരണമായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ജൻസുൻവായ്. ജൻസുൻവായ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ജൻസുൻവായുടെ തുടക്കത്തിനാണ് MKSS കാരണമായിട്ടുള്ളത്. One of the innovations of the MKSS was the method of Jansunwais or public hearings, where detailed documents derived from official expenditure records were read aloud to the people of the villages who gathered. അതായത് ഈ ഒരു പ്രധാനമായിട്ട് ജൻസുൻവായ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജൻസുൻവായ്സിനെ കുറിച്ച്. പബ്ലിക് ഹിയറിംഗ്സ് എന്ന് വേണമെങ്കിലും അതിനെ പറയാം. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ്സ് ഉള്ള ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡ്സും ഒക്കെ തന്നെ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് വില്ലേജുകളിലുള്ള ആളുകളുടെ മുൻപിൽ നിന്ന് ഉറക്കെ വായിക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ ഈ ഒരു ജൻസുൻവായ് അല്ലെങ്കിൽ പബ്ലിക് ഹിയറിംഗ്സ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ജൻസുൻവായ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഗവൺമെന്റ് ബട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആർ ഇൻവൈറ്റഡ് ടു അറ്റൻഡ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജൻസുൻവായ്സ്, പക്ഷെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യപ്പെടും. ഇൻ ദ ഫോം ഓഫ് എ ഹിയറിംഗ് പീപ്പിൾ ആർ ഇൻവൈറ്റഡ് ടു ഗീവ് ദെയർ ടെസ്റ്റിമോണീസ് വിച്ച്
often reveal differences between official records and people's experience. അതായത് സാധാരണ ജനങ്ങളും ഒഫീഷ്യൽസും വന്നിരിക്കുകയും ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചറോടും അവരുടെ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ എക്സ്പീരിയൻസുകളും ഒഫീഷ്യൽ റെക്കോർഡ്സ് തമ്മിൽ ഡിഫറൻസുകൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഇതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. Before the existence of the RTA Act, it was very difficult to access official records and many Jensen-wise could be organized. അതായത് RTA ആക്ട് വരുന്നതിന് മുമ്പ് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആക്സസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ജെൻസൺ വൈസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന തന്നെയാണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരാനും കാരണമായിട്ടുള്ളൊരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രധാനമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കാരണമായിട്ടുള്ളൊരു സംഭവമാണ് ജൻസുൻവായ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരാനും ഈ ഒരു MKSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സഹായിച്ചിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം, ദ തിയറി ദാറ്റ് ആർഗ്യൂസ് കൺട്രീസ് ആർ മോർ ലൈക്ലി ബോത്ത് ടു ബിക്കം ഡെമോക്രാറ്റിക് ആൻഡ് ടു സ്റ്റേ ഡെമോക്രാറ്റിക് ആസ് ദേ ഡെവലപ്പ് ഇക്കണോമിക്കലി ഈസ് നോൺ ആസ്. അതായത് ഒരു തിയറിയിൽ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. കൺട്രീസ് ആർ മോർ ലൈക്ലി ബോത്ത് ടു ബിക്കം ഡെമോക്രാറ്റിക് ആൻഡ് ടു സ്റ്റേ ഡെമോക്രാറ്റിക് ആസ് ദ ഡെവലപ്പ് ഇക്കണോമിക്കലി. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നേഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുണ്ടാകും, കൂടുതൽ ഡെമോക്രാറ്റിക് ആയി മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് കൂടുതൽ ഡെമോക്രാറ്റിക് ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ എക്കണോമിക്കലി നല്ല ഡെവലപ്ഡ് ആയിരിക്കണം എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഈ തിയറിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിപ്പെൻഡൻസി തിയറി, ഓപ്ഷൻ ബി വേൾഡ് സിസ്റ്റംസ് തിയറി, ഓപ്ഷൻ സി ക്ലാസിക് മോഡേണൈസേഷൻ തിയറി, ഓപ്ഷൻ ഡി തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഈ 4 തിയറീസിൽ ഏത് തിയറിയാണ് ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ് കൂടുതൽ ഡെമോക്രാറ്റിക് ആവാൻ ഒരു നേഷനെ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്നും കൂടെ വായിക്കാം. ഡിപ്പെൻഡൻസി തിയറി, വേൾഡ് സിസ്റ്റംസ് തിയറി, ക്ലാസിക് മോഡേണൈസേഷൻ തിയറി ആൻഡ് തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ്. So the correct answer is option C, classic modernization theory. Classic modernization theory ആണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു countries are more likely both to become democratic and to stay democratic as they develop economically. അവർ ഇക്കണോമിക്കലി ഡെവലപ്പ് ആകുന്നതോറും കൂടുതൽ ഡെമോക്രാറ്റിക് ആവാൻ കൺട്രീസ് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻറ്റ് കൊണ്ടുവന്ന തിയറി എന്ന് പറയുന്നത് ക്ലാസിക് മോഡേണൈസേഷൻ തിയറിയാണ്. എക്സ്പ്ലനേഷൻ നോക്കാം. Modernization theory holds that as societies become more economically modernized, wealthier and more educated, their political institutions become increasingly liberal democratic. അതായത് സൊസൈറ്റീസ് കൂടുതലും ഇക്കണോമിക്കലി മോഡേണൈസ്ഡ് ആവുകയും വെൽത്തിയർ ആവുകയും മോർ എഡ്യൂക്കേറ്റഡ് ആവുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിക്കം ഇൻക്രീസിംഗ്ലി ലിബറൽ ഡെമോക്രാറ്റിക്, കൂടുതൽ ലിബറൽ ഡെമോക്രാറ്റിക് ആവുമെന്നാണ് പറയുന്നത്. ദി ക്ലാസിക്കൽ തിയറീസ് ഓഫ് മോഡേണൈസേഷൻ ഓഫ് ദ 1950s and 1960s, most influentially articulated by Seymour, drew on sociological analysis of കാൾ മാർക്സ്, എമിൽ ഡർക്കെയിം, മാക്സ് വെബർ ആൻഡ് ടാൽകോട്ട് പാഴ്സൺസ്. അതായത് ഈ ഒരു മോഡേണൈസേഷനിൽ വന്നിട്ടുള്ള തിയറീസ്, ക്ലാസിക്കൽ തിയറീസ് നമ്മൾ 1950s 60s ഒക്കെ വന്നിട്ടുള്ള തിയറീസ് കൂടുതലും ഇൻഫ്ലുവൻഷ്യലി ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സെയ്മർ ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അദ്ദേഹം അതിൽ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സോഷ്യോളജിക്കൽ അനലൈസുകളായിട്ടുള്ള കാൾ മാർക്സിൻ്റെയും എമിൽ ഡർക്കെയിമിൻ്റെയും മാക്സ് വെബറിൻ്റെയും ടാൽകോട്ട് പാഴ്സൺസിൻ്റെ ഒക്കെ തന്നെ വ്യൂസ്, അവരുടെ അനാലിസിസുകളൊക്കെയാണ് ഈ സമയത്തുള്ള തിയറീസിനെയും ഒക്കെ തന്നെ ഈ മോഡേണൈസേഷൻ തിയറീസിൽ 50s 60s വന്നിട്ടുള്ള തിയറീസിനെ ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മാർക്സിൻ്റെയും എമിൽ ഡർക്കെയിമിൻ്റെയും വെബറിൻ്റെയും ടാൽകോട്ട് പാഴ്സണിൻ്റെയും തിയറീസൊക്കെയാണ്. മോഡേണൈസേഷൻ തിയറി വാസ് എ ഡോമിനൻറ്റ് പാരഡിഗം ഇൻ ദ സോഷ്യൽ സയൻസസ് ഇൻ ദ 1950s and 60s. 50കളിലും 60കളിലൊക്കെ തന്നെ സോഷ്യൽ സയൻസുകളിൽ ഒരു വലിയൊരു ഡോമിനൻറ്റ് പാരഡിഗമായിട്ട് നിന്നിരുന്ന ഒരു തിയറിയാണ് ഇത് മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ആൻഡ് സോ എ റിസർജൻസ് ആഫ്റ്റർ 1991, 91 ശേഷം നമുക്ക് റിസർജൻസ് കാണാൻ സാധിക്കും. വെൻ ഫ്രാൻസിസ് ഫുക്കോയാമ റോട്ട് അബൌട്ട് ദ എൻഡ് ഓഫ് ദ കോൾഡ് വാർ ആസ് കൺഫർമേഷൻ ഓൺ മോഡേണൈസേഷൻ തിയറി. അതായത് ഫ്രാൻസിസ് ഫുക്കോയാമ 1991 കോൾഡ് വാറിൻ്റെ എൻഡിനെ കുറിച്ച് എഴുതിയത് ആ ഒരു സമയം മുതൽ തന്നെ ഒരു മോഡേണൈസേഷൻ തിയറിയുടെ ഒരു കൺഫർമേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം മോഡേണൈസേഷൻ തിയറി എന്താണെന്നും കുറച്ച് അതിലുള്ള പ്രധാനപ്പെട്ട അനലിസ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ കുറിച്ചും പറഞ്ഞു. നമ്മൾ ഒരു തിയറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, മോഡേണൈസേഷൻ തിയറി എന്തിനാണ് സ്ട്രെസ് ചെയ്യുന്നത് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞത്.
12ാമത്തെ ക്വസ്റ്റ്യൻ, who among the following thinkers are associated with participatory democracy? താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം തിങ്കേഴ്സ് ആണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക. കരോൾ പേറ്റ്മാൻ, ഇയാൻ ഷപ്പീറോ, ബെഞ്ചമിൻ ബർബർ, ജർഗൻ ഹെബർമാസ്, CB മക്പേഴ്സൺ. അപ്പോൾ ഇത്രയും പേരുടെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇവരിൽ ആരൊക്കെയാണ് ഈ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. ഓപ്ഷൻ A, B ആൻഡ് C, B, A, B ആൻഡ് D, ഓപ്ഷൻ C, A, C ആൻഡ് E, ഓപ്ഷൻ D, A, C ആൻഡ് D. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. So the correct answer is A, C and E only. അതായത് കരോൾ പേറ്റ്മാനും ബെഞ്ചമിൻ ബർബറും CB മക്പേഴ്സണും മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സിൽ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ നോക്കാം. Participatory democracy is a generic and perhaps the original form of democracy in the Western world. It can be compared and contrasted with representative democracy as well as with the forms expressed by correlative terms such as direct, deliberative and strong democracy. അതായത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരു ഒറിജിനൽ ഫോം ഓഫ് ഡെമോക്രസി ആണ്. വെസ്റ്റേൺ വേൾഡിൽ ഒറിജിനൽ ഫോം ഓഫ് ഡെമോക്രസി ആയിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റ്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഇത് പറയുമ്പോൾ കൂടുതൽ ഡയറക്റ്റ് ആയിട്ടും ഡെലിബറേറ്റീവ് ആയിട്ടുള്ള ഒന്നുകൂടെ നമുക്ക് സ്ട്രോങ് ഡെമോക്രസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിനെ സ്ട്രോങ് ഡെമോക്രസി എന്ന് പറയാം. Because democracy originated in small towns, principalities, city-states and rural republics, it was a form of small-scale self-government that was predicated on a monocultural community, ethnically and religiously uniform, where differences were minor and consensus well developed. അതായത് ഡെമോക്രസി ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്യുന്നത് ചെറിയ ടൗൺസിലും സിറ്റി സ്റ്റേറ്റ്സിലൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു മോണോ കൾച്ചറിലാണ്. എല്ലാവരും ഒരേപോലുള്ളൊരു കൾച്ചർ ഫോളോ ചെയ്യുന്ന, എത്നിക്കലി റിലീജിയസ്ലും എല്ലാ തരത്തിലുള്ള ഡിഫറൻസസ് കുറവും ഒരു യുണീക്നെസ്സും എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു മോണോ കൾച്ചറൽ കമ്മ്യൂണിറ്റിയിലാണ് ഇത് വളർന്നു വന്നത്. ഡെമോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളർന്നു വരുന്നത്. Pateman's early work exposed the elitist bent in liberal theory and promoted a participatory vision of democracy. പേറ്റ്മാൻ്റെ വർക്ക്സ് ഒക്കെ തന്നെ ഈ ഒരു ലിബറൽ ഒരു എന്താ പറയുക പാർട്ടിസിപ്പേറ്ററി വിഷൻ ഓഫ് ഡെമോക്രസിനെ കൂടുതലും എക്സ്പോസ് ചെയ്യും, അതിനെ പ്രൊമോട്ട് ചെയ്യും ചെയ്തിരുന്നു. പാർട്ടിസിപ്പേറ്ററി പൊളിറ്റിക്സ് ഫോർ എ ന്യൂ ഏജ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ ആർ ബർബർ എഴുതിയിട്ടുള്ള ബുക്കാണ്. അദ്ദേഹം 1984 ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പ്രസ്സിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പാർട്ടിസിപ്പേറ്ററി വിഷൻ ഓഫ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയെയും പൊളിറ്റിക്സിനെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ CB മക്പേഴ്സണും ഈ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് സ്ട്രോങ് ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിനെ അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു തിയറിസ്റ്റ് അല്ലെങ്കിൽ തിങ്കർ എന്ന് പറയുന്നത്. സോ പേറ്റ്മാൻ, അതേപോലെ തന്നെ ബെഞ്ചമിൻ ആർ ബർബറിൻ്റെ പാർട്ടിസിപ്പേറ്ററി പൊളിറ്റിക്സ് ഫോർ എ ന്യൂ ഏജ് എന്ന് പറയുന്ന ഒരു ബുക്ക് 1984 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ CB മക്പേഴ്സണും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയെ അഡ്വക്കേറ്റ് ചെയ്യുന്ന തിയറിസ്റ്റുകളാണ്. 3 തിയറിസ്റ്റുകളാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 13th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ വിത്ത് റിഗാർഡ് ടു 108 അമെൻമെൻറ്റ് ബിൽ 2008. 2008 വന്നിട്ടുള്ള 108ാമത്തെ അമെൻമെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ A, റിസർവേഷൻ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷാൽ ബി ഫോർ വുമൻ ഷാൽ സീസ് ടു എക്സിസ്റ്റ് 15 years ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ബിൽ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും 15 വർഷത്തിന് ശേഷം അത് ആ ബില്ല് വീണ്ടും എന്തെയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാവുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കും കൂടെ ഉൾപ്പെടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് സീക്സ് ടു റിസർവ് 1/3 ഓഫ് ഓൾ സീറ്റ്സ് ഫോർ വുമൺ ഇൻ ദ ലോക്സഭ ഓൺലി. അതായത് ലോക്സഭയിൽ മാത്രം സ്ത്രീകൾക്ക് 1/3 സീറ്റിൽ 1/3 ഭാഗം റിസർവേഷൻ ചെയ്യുക എന്നുള്ളത് ലോക്സഭയിൽ മാത്രം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷാൽ ബി റിസർവ്ഡ് ഫോർ വുമൺ ഓഫ് ദിസ് ഗ്രൂപ്പ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓൺലി.
അതായത് 1/3 സീറ്റിൻ്റെ റിസർവേഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള റിസർവേഷനിൽ ഈ 1/3 സീറ്റിൽ തന്നെ ഷാൾ ബി റിസർവ്ഡ് ഫോർ വുമൺ ഓഫ് ദിസ് ഗ്രൂപ്പ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓൺലി. ഷാൾ ബി റിസർവ്ഡ്, വീണ്ടും റിസർവ് ചെയ്യുന്ന എങ്ങനെയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ മാത്രം ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള 1/3 സീറ്റിൽ റിസർവേഷൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതും വരുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ മാത്രം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിസർവ്ഡ് സീറ്റ്സ് മേ ബി അലോട്ടഡ് ബൈ റൊട്ടേഷൻ ടു ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. അതായത് റിസർവ്ഡ് സീറ്റ്സിൻ്റെ അലോട്ടിങ് അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നത് പറയുന്നത് റൊട്ടേഷൻ വഴിയായിരിക്കും ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിലും സ്റ്റേറ്റിൽ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്, സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ റൊട്ടേഷൻ രീതിയിലായിരിക്കും ഈ റിസർവേഷൻ അലോട്ട് ചെയ്യുന്നത്. റിസർവ്ഡ് സീറ്റ്സിന് അലോട്ട് ചെയ്യുന്നത് റൊട്ടേഷൻ വഴിയായിരിക്കും. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് 108ാമത്തെ അമെൻമെൻറ്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. Choose the correct answer from the options given below. Option A and B only. Option B, B only. Option C, A and D only. Option D, C only. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എയും ഡിയും മാത്രമാണ് കറക്റ്റ്. അതായത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷാൽ ബി ഫോർ വുമൻ ഷാൽ സീസ് ടു എക്സിസ്റ്റ് 15 years ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ബിൽ. ഡി എന്ന് പറയുന്നത് റിസർവ്ഡ് സീറ്റ്സ് മേ ബി അലോട്ടഡ് ബൈ റൊട്ടേഷൻ ടു ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ ഇതിൽ ബിയും സിയും തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The Constitution 108th Amendment Bill 2008 seeks to reserve 1/3 of all seats for women in the Lok Sabha and the state legislative assemblies. ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് എന്തിനാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റ് ബില്ലിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ 1/3 ഭാഗം സീറ്റുകൾ സ്ത്രീകൾക്ക് ലോകസഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും റിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബില്ല് ഉദ്ദേശിക്കുന്നത്. The allocation of reserved seats shall be determined by such authority as prescribed by Parliament. അതായത് ഈ ഒരു സീറ്റിൻ്റെ അലോക്കേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 1/3 of the total number of seats reserved for scheduled caste and scheduled tribes shall be reserved for women of those groups in the Lok Sabha and the legislative assemblies. അതായത് നേരത്തെ പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റെന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ് ചെയ്ത് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ മാത്രമല്ല ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും കൂടിയുള്ള ഉൾപ്പെടുന്നതിൽ 1/3 ഭാഗം സീറ്റ്സിലാണ് ഷാൽ ബി റിസർവ്ഡ് ഫോർ വുമൺ ഓഫ് ദോസ് ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സിൽ തന്നെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്യുന്നത്. ഇൻ ദ ലോക്സഭ ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ലോക്സഭയിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും മാത്രമല്ല രണ്ടിലും കൂടെ ഒരുമിച്ചാണ്, ലോക്സഭയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുമാണ് ഈ റിസർവേഷൻ വന്നിട്ടുള്ളത്. റിസർവ്ഡ് സീറ്റ്സ് മേ ബി അലോട്ടഡ് ബൈ റൊട്ടേഷൻ ടു ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് റിസർവ്ഡ് സീറ്റ്സിൻ്റെ ഈ അലോട്ട് ചെയ്യലെന്ന് പറയുന്നത് റൊട്ടേഷൻ വഴിയായിരിക്കും ഉണ്ടാവുക. ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ റൊട്ടേഷൻ വഴിയായിരിക്കും ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇത് അലോട്ട് ചെയ്യുന്നത്. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഷാൽ സീസ് ടു എക്സിസ്റ്റ് 15 years ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് അമെൻമെൻറ്റ് ആക്ട്. ഈ ഒരു അമെൻമെൻറ്റ് ആക്ടിൻ്റെ ശേഷം ഒരു 15 വർഷത്തിന് ശേഷം ഈ ഒരു സീറ്റ്സ് എന്ത് ചെയ്യും, ആർക്ക് വേണ്ടി റിസർവ് ചെയ്യും, സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഷാൽ സീസ് ടു എക്സിസ്റ്റ് ആഫ്റ്റർ 15 years ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻസ് കറക്റ്റാണ്. രണ്ട് എന്താ പറയുക, ആ ഒരു രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് രണ്ട് പ്രൊവിഷൻസും ഈ ഒരു അമെൻമെൻറ്റ് ബില്ലിൻ്റെ ഭാഗമാണ്. പക്ഷെ ബാക്കിയുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ മാത്രമല്ല ലോക്സഭയിൽ മാത്രമല്ല രണ്ടിലും ഒരുമിച്ചാണ് ഈ റിസർവേഷൻ നടത്തുന്നത്. അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ മാത്രമല്ല ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ ആ ക്വസ്റ്റ്യൻ? ഇനി നമ്മൾ നോക്കുന്നത് 14th ക്വസ്റ്റ്യൻ ആണ്. ഹൂ റോട്ട് ദ ബുക്ക് മാനേജ്മെൻറ്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രാക്ടീസസ്? മാനേജ്മെൻറ്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള വ്യക്തി ആരാ, അതിൻ്റെ ഓതർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജോൺ ഡോർ, ഓപ്ഷൻ ബി പീറ്റർ ഡ്രക്കർ, ഓപ്ഷൻ സി ഗില്ലിയൻ ടെറ്റ്, ഓപ്ഷൻ ഡി ബ്രീൻ ബ്രൗൺ. അതായത് ഈ 4 പേരിൽ ആരാണ് ഈ മാനേജ്മെൻറ്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന വർക്ക് അല്ലെങ്കിൽ ബുക്ക് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പീറ്റർ ഡ്രക്കറാണ്. പീറ്റർ ഡ്രക്കറാണ് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. മാനേജ്മെൻറ്റ്
Task, Responsibilities, Practices by Peter F. Drucker is a seminal work in the field of management. മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ദിസ് ബുക്ക് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഈ ബുക്ക് പ്രധാനമായിട്ടും പറയുന്നത് ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒരു എഫക്റ്റീവ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. The main theme of the book is that management is a discipline that can be learned and developed through practice, enabling managers to create successful organizations. ഈ ഒരു പ്രധാനമായിട്ട് ഈ ബുക്കിൻ്റെ തീം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്നും അത് ക്യാൻ ബി ലേൺഡ് ആൻഡ് ഡെവലപ്ഡ് പ്രാക്ടീസിലൂടെ മാത്രം ലേൺ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. എനാബിളിംഗ് മാനേജേഴ്സ് ടു ക്രിയേറ്റ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ്. അതേപോലെ തന്നെ മാനേജേഴ്സിന് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനാബിൾ ചെയ്യുക എന്നുള്ളതും കൂടെ ഈ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ മേജർ തീമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് ഈ ഒരു ബുക്കിലൂടെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും എങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നല്ലൊരു ഓർഗനൈസേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ മേജർ പ്രിൻസിപ്പിൾസ്, റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ബുക്കാണ് പീറ്റർ ഡ്രക്കർ എഴുതിയിട്ടുള്ള മാനേജ്മെൻറ്റ് ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ്, പ്രാക്ടീസസ് എന്ന് പറയുന്ന ബുക്ക്. ഇനി 15ാമത്തെ ചോദ്യം അല്ലെ 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ എഗ്രിമെന്റ്സ് ഓർ അക്കോർഡ്സ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് പ്രൊവിൻഷ്യൽ റീജിയണൽ ഓർഗനൈസേഷൻസ് ഗിവൻ ബിലോ ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർഡറിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ അക്കോർഡ്സ് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യയിലെ പ്രൊവിൻഷ്യൽ റീജിയണൽ ഓർഗനൈസേഷൻസുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കുറച്ച് എഗ്രിമെൻറ്റ്സ് താഴെ തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ കറക്റ്റായിട്ട് ഓർഡർ ആക്കുക. ഇതാണ് ചോദ്യം. ഒന്നാമത്തേത് ആസാം അക്കോർഡ്, ബി ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷൻ, സി രാജീവ് ഗാന്ധി ലോങ്കോവാൽ അക്കോർഡ്, ഡി ഷില്ലോങ് എഗ്രിമെൻറ്റ്, ഇ മിസോ പീസ് അക്കോർഡ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ബി ഡി സി എ ഇ, ഓപ്ഷൻ ബി ഇ എ സി ബി ഡി, ഓപ്ഷൻ സി എ ബി സി ഡി ഇ, ഓപ്ഷൻ ഡി ഇ ഡി സി ബി എ. ഇപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബി ഡി സി ഇ സി എ ഇ. അതായത് ബി അതായത് ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷൻ ആണ് ആദ്യം വരുന്നത്, രണ്ടാമത്തേത് പിന്നെ വരുന്നത് ഡി ഷില്ലോങ് എഗ്രിമെൻറ്റ്, പിന്നെ വരുന്നത് സി അതായത് രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ്, പിന്നെ വരുന്നത് എ ആസാം അക്കോർഡ്, പിന്നെ വരുന്നത് ഇ മിസോ പീസ് അക്കോർഡാണ് പിന്നീട് അടുത്തതായിട്ട് വരുന്നത്. ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കണേ. 1973 ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷൻ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ശിരോമണി അകാലിദൾ പഞ്ചാബിലുള്ള ഒരു സിഖ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ശിരോമണി അകാലിദൾ എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആക്ച്വലി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻസ് ഓഫ് സിക്കിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഇത് വലിയൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 1973 ഇത് കൊണ്ടുവരുന്നത്. പിന്നെയുള്ളതാണ് 1975 വന്നിട്ടുള്ള ഷില്ലോങ് എഗ്രിമെൻറ്റ്. 1975 ഇന്ത്യൻ ഗവൺമെൻറ്റും നാഗാലാൻഡിലത്തെ ഫെഡറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നാഗാലാൻഡിലത്തെ ഗൊറില്ലാസ് എന്നൊക്കെ പറയും, ഗറില്ല വാർ നടത്തുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഗവൺമെൻറ്റും അവർ തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഷില്ലോങ് എഗ്രിമെൻറ്റ്. 1975 നവംബർ 11 മേഘാലയയിൽ വെച്ചിട്ടുള്ള ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ്. 24 ജൂലൈ 1985 രാജീവ് ഗാന്ധിത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ അകാലിദളിൻ്റെ ലീഡറായിരുന്ന ഹർചന്ദ് സിംഗ് ലോങ്കോവാളുമാണ് ഇങ്ങനൊരു അക്കോർഡ് സൈൻ ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ആസാം അക്കോർഡ് സൈൻ ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ലീഡേഴ്സ് ഓഫ് ആസാം മൂവ്മെൻറ്റ് ഓൺ 15 ഓഗസ്റ്റ് 1985 1985 ഓഗസ്റ്റ് 15 ആസാം അക്കോർഡ് സൈൻ ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റാണ് 1986 ജൂൺ 30 സൈൻ ചെയ്തിട്ടുള്ള മിസോ പീസ് അക്കോർഡ്. ഇത് മിസോറാമിന് ഇന്ത്യയിൽ നിന്നും വിട്ടുപിരിയണം എന്നുള്ളൊരു മൂവ്മെൻറ്റ് വന്നപ്പോൾ ഒരു മിസോ നാഷണൽ ഫ്രണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്നിട്ടാണ് ഈ ഒരു
അക്കോർഡ് മിസോ പീസ് അക്കോർഡ് സൈൻ ചെയ്യുന്നത് 30th June 1986 അപ്പോൾ ഈ ഒരു നമ്മൾ 5 അക്കോർഡ്സ് റെസൊല്യൂഷനും എഗ്രിമെൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. 73 ആനന്ദപൂർ സാഹിബ് റെസൊല്യൂഷൻ സൈൻ ചെയ്തത് പഞ്ചാബിലുള്ള ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിൻ്റെ ഈ റെസൊല്യൂഷൻ കൊണ്ടുവന്നത്. അത് വലിയ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയി മാറി ചെയ്തത്. സിഖിസത്തിനെ കൂടുതൽ പ്രൊട്ടക്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം, അങ്ങനെ അവർക്ക് കുറേ ഡിമാൻഡ്സ് ആയിരുന്നു ഈ റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഷില്ലോങ് എഗ്രിമെൻറ്റ് 1975 സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് നാഗാലാൻഡ് ഫെഡറൽ ഗവൺമെൻറ്. പിന്നെയുള്ളതാണ് 1985 രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ്. ഹർചന്ദ് ലോങ്കോവാളും രാജീവ് ഗാന്ധിയുമാണ് അത് സൈൻ ചെയ്തത്. ആസാം അക്കോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ലീഡേഴ്സ് ഓഫ് ആസാം മൂവ്മെൻറ്റ്. മിസോ പീസ് അക്കോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ മിസോ നാഷണൽ ഫ്രണ്ട്, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള മിസോ നാഷണൽ ഫ്രണ്ടുമാണ് അത് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ PYQയിൽ ആദ്യത്തെ 15 2023 ഡിസംബറിൽ നടന്നിട്ടുള്ള നെറ്റ് എക്സാമിൻ്റെ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിൻ്റെ ആൻസേഴ്സും എല്ലാം തന്നെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോരോ ഏരിയാസിൽ നിന്നും എത്രത്തോളം എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെ ഇനി വരുന്ന എക്സാമിന് എങ്ങനെ നേരിടാമെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.